പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യം ഒടുവിൽ മനസ്സിലാക്കുകയാണ് അഞ്ജലിയും അതുപോലെ തന്നെ സൂര്യയും. ഇതോടെ സൂര്യ തൻ്റെ തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ്. ഇനിയും വീട്ടുകാരെ ചതിച്ചുകൊണ്ട് ഒരു റിലേഷന് തയ്യാറാകാൻ തനിക്ക് സാധിക്കുകയില്ല. അത് മനസ്സിലാക്കുന്നതിനായി അഞ്ജലിയും തയ്യാറാകണം. അതുകൊണ്ട് തന്നെ അഞ്ജലി എനിക്കൊരു വാക്ക് നൽകണമെന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് എന്താണ് സൂര്യൻ ഉദ്ദേശിക്കുന്നത് എന്ന് അഞ്ജലി ചോദിക്കുന്നു. ഇതോടെ ഇനിയൊരിക്കലും പഴയ കാര്യത്തെപ്പറ്റി അഞ്ജലി ആലോചിക്കുകയില്ല. മാത്രവുമല്ല, എൻ്റെ ഏട്ടനായ മനുവിൻ്റെ കൂടെ നല്ലൊരു ഭാര്യയായി ജീവിക്കുക തന്നെ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോവുകയാണ് അഞ്ജലി. വീട്ടുകാരെ വേദനിപ്പിച്ചുകൊണ്ട് എന്തായാലും കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന സൂര്യ അതുകൊണ്ട് തന്നെ ഈ വീട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായി ഞാൻ ഈ വീട്ടിൽ തന്നെ കഴിയുമെന്നും എനിക്ക് മുന്നിൽ മറ്റു വഴികൾ ഒന്നും തന്നെയില്ല എന്നും തുറന്നു പറയുന്നു. അപ്രതീക്ഷിതമായ ഈ കാര്യം അഞ്ജലിക്ക് തിരിച്ചടിയായതിനെ തുടർന്ന് ഒടുവിൽ അഞ്ജലിയും ആ വാഗ്ദാനം നൽകുന്നതിനായി തയ്യാറാവുകയാണ്. നിനക്ക് വേണ്ടി ഞാൻ ആ വാഗ്ദാനം നൽകുകയാണ്. ഞാൻ ഈ വീട്ടിലുള്ള ആരെയും പറ്റിക്കുകയില്ല എന്നും മനുവിൻ്റെ കൂടെ തന്നെ കാണുമെന്നും പഴയ കാര്യങ്ങളൊന്നും ആലോചിക്കുകയില്ല എന്നുമുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. ഇതോടെ ഇരുവരും പഴയ പ്രണയം മറന്നുകൊണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് പോവുകയാണ്. പക്ഷേ ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായ ആ വഴിത്തിരിവ് ഉണ്ടാകുന്നത്. മനു തിരിച്ചറിയുകയാണ് അഞ്ജലി പറയുന്ന സൂര്യയും വീട്ടിലെ സൂര്യപ്രകാശം ഒന്നു തന്നെയാണ് എന്നുള്ള സത്യം. അപ്രതീക്ഷിതമായി ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഞെട്ടിപ്പോകുന്ന മനു ഉടൻ തന്നെ കുതിച്ചെത്തിയിരിക്കുകയാണ് അഞ്ജലിയെ കാണുന്നതിനായി. ഇതേ തുടർന്ന് അഞ്ജലിയോട് ഞാൻ അറിഞ്ഞ കാര്യങ്ങളെല്ലാം സത്യം തന്നെയാണോ? സൂര്യ തന്നെയാണോ ഇവിടത്തെ സൂര്യപ്രകാശ് എന്ന് വിളിക്കുന്ന പ്രകാശ്? എനിക്ക് സത്യങ്ങൾ അറിഞ്ഞേ തീരൂ. ഇത് കേൾക്കുന്ന അഞ്ജലി എനിക്കൊന്നും പറയാനില്ല എന്ന് പറയുകയും ഇനിയും സൂര്യക്ക് വേണ്ടി കാത്തിരുന്നിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് തോന്നുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. മനു ആവശ്യപ്പെടുകയാണ് എങ്കിൽ മനുവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു തരാനും ഞാൻ തയ്യാറാണ്. പക്ഷേ മറ്റു കാര്യങ്ങളൊന്നും തന്നെ എന്നോട് ചോദിക്കരുത്. ഇത് കേൾക്കുന്ന മനു എനിക്ക് കൃത്യമായ ഉത്തരമാണ് വേണ്ടത്. എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് നീ. അതുകൊണ്ട് തന്നെ എനിക്ക് മറുപടി നൽകേണ്ടത് നിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. നിനക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല എന്നും പറഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്ന അഞ്ജലി ഒടുവിൽ എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ച് പോയിരിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ കാര്യങ്ങൾ സമ്മതിക്കുന്നതിനായി തയ്യാറായിക്കൊണ്ട് അഞ്ജലി മുന്നിലേക്ക് വരുമ്പോഴാണ് സൂര്യ അപ്രതീക്ഷിതമായി അവിടേക്ക് കടന്നു വരുന്നത്. ഇതോടെ മനു സൂര്യയോട് റൂമിലേക്ക് വരാൻ ആവശ്യപ്പെടുകയും എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ സൂര്യ എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നു. ഞാൻ പുറത്തേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു എന്നും പറഞ്ഞതിനെ തുടർന്ന് എൻ്റെ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് പോയാൽ മതി എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയാണ് സൂര്യ. ഇതോടെ സൂര്യക്ക് അഞ്ജലിയെ നേരത്തെ അറിയാമോ എന്ന് തുറന്നു പറയാൻ ആവശ്യപ്പെടുന്നു. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഏട്ടൻ എന്തൊക്കെയാണ് പറയുന്നത്? എനിക്ക് എങ്ങനെയാണ് ഏട്ടത്തിയമ്മയെ അറിയാൻ സാധിക്കുക എന്നും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്നും തുറന്നു പറയുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് തൻ്റെ കയ്യിൽ നിന്ന് ലഭിച്ച സൂര്യപ്രകാശിന്റെ മുഖം മനു
വ്യക്തമാക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് അഞ്ജലി ഒടുവിൽ അറിഞ്ഞതെല്ലാം സത്യം തന്നെയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന സൂര്യയോട് എന്തുകൊണ്ടാണ് നീ അഞ്ജലിയെ ചതിച്ചത് എന്ന് മനു ചോദിക്കുന്നു. ഇതോടെ സൂര്യ, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ചേട്ടാ? നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് യാതൊന്നും ഈ കാര്യത്തിൽ ചെയ്യാൻ സാധിക്കുകയില്ല. മാത്രവുമല്ല, ഈ വീട്ടിലുള്ള എല്ലാവരും എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടവരാണ്. അവരെ ഉപേക്ഷിച്ചുകൊണ്ട് എനിക്ക് മുന്നിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അതിലും ഭേദം ഞാൻ സ്നേഹിച്ച പെൺകുട്ടിയെ മറന്നു കളയുന്നതല്ലേ. എത്രയോ പേർ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. ഇവളെ വിവാഹം കഴിച്ചത് മറ്റാരും ആയിരുന്നുവെങ്കിലും ഞാനിത് ചെയ്യുമായിരുന്നില്ല. പക്ഷേ ഇത് എൻ്റെ കുടുംബമാണ്. ആ കുടുംബത്തിൽ ഒരു തെറ്റ് ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ചേട്ടാ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അഞ്ജലിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല. അഞ്ജലിയോട് ഞാനാണ് എന്നെ മറക്കുന്നതിനായി ആവശ്യപ്പെട്ടത്. ഇനിയും പ്രതീക്ഷകൾ നൽകി അവളുടെ കൂടെ നിന്നിട്ട് യാതൊരു ഉപകാരവുമില്ല എന്നുള്ള കാര്യം അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് വ്യക്തമാക്കുന്ന സൂര്യ, അതുകൊണ്ട് തന്നെ ഇനി ഈ കാര്യം ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയിരിക്കുകയാണ്. ഇതിനിടയിലാണ് പ്രഭ ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്നത്. അപ്രതീക്ഷിതമായ ഈ സംഭവം പ്രഭയെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഈ ചതി അഞ്ജലിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഉപയോഗിക്കണമെന്നും എന്നെ തോൽപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന അവൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇതെന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ്. ഇപ്പോഴല്ല, നല്ലൊരു അവസരത്തിൽ വേണം ഇവളുടെ ഈ ചതി വീട്ടിലുള്ള എല്ലാവരുടെയും മുമ്പിൽ അറിയിക്കാൻ എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം അഞ്ജലിയെ കാണുന്ന മനു എന്ത് പറഞ്ഞാണ് അഞ്ജലിയെ ആശ്വസിപ്പിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല എന്ന് തുറന്നു പറയുകയും ചെയ്തിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.